ഓക്കെ. അപ്പൊ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഡാറ്റ സ്റ്റോറേജിന്റെ, അതായത് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് യൂസിനും വേണ്ടിയിട്ട് ഒരു കോൺഫിഗർ ചെയ്യുക. അതായത് അതിലെ കണ്ടന്റ് എല്ലാം എന്താ, അപ്പൊ അതിൽ ഓൾറെഡി കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എറൈസ് ചെയ്തിട്ട് ഫ്രീ സ്പേസ് ആക്കിയിട്ട് കോൺഫിഗർ ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ്. ഓക്കെ. അപ്പൊ ഫോർമാറ്റ് പറഞ്ഞാൽ ദ കോൺഫിഗറിംഗ് പ്രോസസ് ഓഫ് ഡാറ്റ സ്റ്റോറേജ് മീഡിയ സച്ച് ആസ് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ് ഫോർ ഇനീഷ്യൽ യൂസ്. അതായത് ഒരു ഹാർഡ് ഡിസ്കിനെ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം. ഓക്കെ. അതിന് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ്. അതൊരു ഹാർഡ് ഡിസ്കിനെ കോൺഫിഗർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ്. ഓക്കെ. അപ്പൊ ഡിസ്ക് ഫോർമാറ്റിംഗ് നമ്മൾ നോർമലി ചെയ്യുന്നത് നമ്മളൊരു ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഒക്കെ മുന്നേ ആയിട്ടാണ് നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യുക, ഡിസ്ക് ഫോർമാറ്റിംഗ് ചെയ്യാം. അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മുന്നത്തെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിസ്കിനെ ഫോർമാറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ഹാർഡ് ഡിസ്കിൽ വേണമെങ്കിലും ഫോർമാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവേഴ്സ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പത്തെ പുതിയ കമ്പ്യൂട്ടറുകളിലെല്ലാം ഹാർഡ് ഡിസ്കിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് SSD ആണ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ആണ്. ഓക്കെ. കുറച്ചും കൂടെ ഫാസ്റ്റർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മെത്തേഡുകളാണ് യൂസ് ചെയ്യുക ഡിസ്ക് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഒന്ന് ലോ ലെവൽ ഫോർമാറ്റിംഗ്, മറ്റൊന്ന് പാർട്ടീഷനിങ്, ആൻഡ് തേർഡ് വൺ ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഓക്കെ. ലോ ലെവൽ ഫോർമാറ്റിംഗ്, പാർട്ടീഷനിങ് ആൻഡ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. അപ്പൊ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു ഇനീഷ്യൽ യൂസിന് വേണ്ടി നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിനെയോ അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്കിനെയോ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ USB പോലുള്ള പെൻഡ്രൈവ് പോലുള്ള ഡിവൈസുകളെയോ നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ് എന്ന്. നമുക്ക് 3 രീതിയിൽ ഫോർമാറ്റിംഗ് ചെയ്യാം: ലോ ലെവൽ ഫോർമാറ്റിംഗ്, പാർട്ടീഷനിങ് ആൻഡ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഈ ഫസ്റ്റ് എന്താണ് ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയാം. ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഫോർമാറ്റിംഗ് എന്നാണ് പറയാം. അതായത് ഒരു ബ്ലാങ്ക് ഹാർഡ് ഡിസ്കിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹാർഡ് ഡിസ്കിന്റെ അകത്ത് പ്ലേറ്റേഴ്സ് ഉണ്ടാവുന്നു അല്ലെ, ഒരു സിലിണ്ടറിക്കൽ ഡിസ്ക് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് പ്ലേറ്റേഴ്സ് അല്ലെ. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാ? പ്ലേറ്റേഴ്സിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു സർക്കുലാർ ഫോമിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്ന പേരെന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ഹാർഡ് ഡിസ്കിന്റെ അകത്തെ പ്ലേറ്റേഴ്സിനെ നമ്മൾ എന്തൊക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? കേൾക്കുന്നില്ലേ? ട്രാക്ക് ആൻഡ് സെക്ടർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ട്രാക്ക് ആയിട്ട് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യും. അങ്ങനെ ആ ട്രാക്കിന്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും എന്താക്കി ഡിവൈഡ് ചെയ്യുന്നു? സെക്ടർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ. അപ്പൊ നമ്മൾ ഒരു പ്ലേറ്റേഴ്സ് ഉണ്ടാവും, ഇങ്ങനെ ഒരു പ്ലേറ്റേഴ്സ്. ഇതിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ട്രാക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ട്രാക്സിന് നമ്മൾ വീണ്ടും എന്താക്കുന്നു? ഓരോ സെക്ടർ ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹാർഡ് ഡിസ്കിന് നമ്മൾ ഇതുപോലുള്ള ട്രാക്സ്, സെക്ടേഴ്സ്, സിലിണ്ടേഴ്സ് ഒക്കെ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് നമ്മളല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഹാർഡ് ഡിസ്ക് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്തു? ഈ പ്ലേറ്റേഴ്സിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ട്രാക്സ് ആക്കിയിട്ടും സെക്ടേഴ്സ് ആക്കിയിട്ടും സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലോ ലെവൽ ഫോർമാറ്റിംഗ്. ഓക്കെ. അപ്പൊ ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഫോർമാറ്റിംഗ് ആണ്, അതായത് ഒരു ഫിസിക്കലി ചെയ്യുന്ന ഫോർമാറ്റിംഗ് ആണ്. അതിന്റെ പ്രോസസ് അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ബ്ലാങ്ക് ഹാർഡ് ഡിസ്കിനെ എന്താക്കുന്നു? സിലിണ്ടേഴ്സും ട്രാക്സ് എല്ലാം ആക്കി ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു മാർക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലോ ലെവൽ ഫോർമാറ്റിംഗ്. അപ്പൊ ഈ ലോ ലെവൽ ഫോർമാറ്റിംഗ് നോർമലി പെർഫോം ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് മാനുഫാക്ചേഴ്സ് ആണ്. അതായത് ഹാർഡ് ഡിസ്ക് ആരാണോ ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ് ഒരു ഹാർഡ് ഡിസ്കിനെ ഈ ട്രാക്സ് ആയിട്ടും സിലിണ്ടേഴ്സും സെക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് ലോ ലെവൽ ഫോർമാറ്റിംഗ്. അപ്പൊ ഇങ്ങനെ ലോ ലെവൽ ഫോർമാറ്റ് ചെയ്ത ഒരു ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നത്. നെക്സ്റ്റ് ആണ് പാർട്ടീഷനിങ്. പാർട്ടീഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പാർട്ടീഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാല്?
എന്താണ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഹാർഡ് ഡിസ്കിനെ എന്താക്കുന്നു പല റീജിയൺ ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഒന്ന് സി ഡ്രൈവ് അല്ലെ, പിന്നെ ഡി ഡ്രൈവ്, ഇ ഡ്രൈവ്, എഫ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഹാർഡ് ഡിസ്കിനെ മൾട്ടിപ്പിൾ റീജിയൻസ് ആക്കി ഡിവൈഡ് ചെയ്യണതിന് പറയുന്ന പേരാണ് പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ യൂസറാണ്. ഇപ്പൊ നമ്മളൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള പാർട്ടീഷനിങ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? അതാണ് അടുത്തൊരു ഫോർമാറ്റിംഗ് മെത്തേഡ്. ആൻഡ് തേർഡ് വൺ ആണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് മെത്തേഡ്. ഹൈ ലെവൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പാർട്ടീഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ഇപ്പൊ നമ്മുടെ ഇതിൽ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ സിസ്റ്റത്തിനോ, ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരു ഹാർഡ് ഡിസ്കിന്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ സെർച്ച് ചെയ്യുന്നത്, അതിനുള്ള കുറെ ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെയുള്ള ഫയൽ സിസ്റ്റത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു, അങ്ങനെ ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും ഒരു കറപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റിംഗ് ആണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഓക്കെ, അതായത് റൈറ്റിംഗ് ഓൺ ഫയൽ സിസ്റ്റം, പിന്നെ അതിന് മെയിലായിട്ട് ഒരു ഓൾറെഡി ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമാറ്റ് ചെയ്തിട്ട് പുതുതായിട്ടൊന്ന് റൈറ്റ് ചെയ്തെടുക്കുന്നതിന് പറയുന്ന പേരാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഹൈ ലെവൽ നമ്മൾ നോർമലി ചെയ്യുന്നത് ആ ഹാർഡ് ഡിസ്കിനെ ഫുള്ളായിട്ട് എറൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും ആ ഹാർഡ് ഡിസ്കിലേക്ക് തന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിന് ഇപ്പൊ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹാർഡ് ഡിസ്കിന് ഇപ്പൊ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിലെ കണ്ടന്റ് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എന്താണ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഫോർമാറ്റിംഗ്? ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഹാർഡ് ഡിസ്കിനെ കോൺഫിഗർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ടൈം നമ്മൾ ഒരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഏതെല്ലാം രീതിയിൽ കോൺഫിഗർ ചെയ്യാം, അതിനെ നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയാം. മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ഫോർമാറ്റിംഗ്സ് ഉണ്ട്: ലോ ലെവൽ ഫോർമാറ്റിംഗ്, പാർട്ടീഷനിങ് ആൻഡ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു ഫസ്റ്റ് ടൈം ഒരു മാനുഫാക്ചർ ഒരു ഹാർഡ് ഡിസ്കിനെ അതിന്റെ സിലിണ്ടേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ട്രാക്സ് ആയിട്ടും സെക്ടേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിനെ ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ലോ ലെവൽ ഫോർമാറ്റിംഗ്. നെക്സ്റ്റ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹാർഡ് ഡിസ്കിനെ നമ്മൾ മൾട്ടിപ്പിൾ റീജിയൻസ് ആയിട്ട് ഓരോ ഡ്രൈവുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. സി ഡ്രൈവ്, ഡി ഡ്രൈവ്, ഇ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് പാർട്ടീഷനിങ്. ഓക്കെ, അത് നമ്മൾ യൂസേഴ്സ് ആണ്, അതായത് ആരാണോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് അവർ നമ്മുടെ സിസ്റ്റത്തിന് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പാർട്ടീഷൻ വേണം, നമുക്ക് വേണമെങ്കിൽ 2 പാർട്ടീഷൻ മതി, അപ്പൊ നമ്മൾ സിയും ഡിയും മാത്രമാക്കും. 4 പാർട്ടീഷനെങ്കിൽ നമ്മൾ സിയും ഡിയും ഇയും എഫും, അപ്പൊ എങ്ങനെ പാർട്ടീഷൻ ചെയ്യാന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുന്നതാണ് പാർട്ടീഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സി ഡ്രൈവിലാണ് നമ്മൾ നോർമലി നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊക്കെ ലോഡ് ചെയ്യുക, പിന്നെ അതുപോലെ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ഫയൽസ് എല്ലാം ലോഡ് ചെയ്യുന്നത് സി ഡ്രൈവിലാവും. ഓക്കെ, നമ്മൾ ലോഡ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ആണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലെ കണ്ടന്റ് എല്ലാം എറൈസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്കിലേക്ക് ലോഡ് ചെയ്യുന്നതിന്, ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പ്രോസസ്സാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അത് പ്രോസസ് ഓഫ് റൈറ്റിംഗ്, അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിനെ ഫുൾ എറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ വീണ്ടും നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ ഇതിലേക്ക് ലോഡ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ല എന്താണ് ഫോർമാറ്റിംഗ് എന്നുള്ളത്? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് CMOS സെറ്റപ്പ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നതാണ് CMOS സെറ്റപ്പ് എന്താന്നുള്ളത്. CMOSന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക: കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പൊ നമ്മൾ ബയോസ് ഒക്കെ പഠിച്ചു. എന്താണ് ബൂട്ട് ചെയ്യാന്ന് പറഞ്ഞാ? ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓർമ്മ ഉണ്ടാ?
എന്താണ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞാ? അതായത് ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബൂട്ട് ചെയ്യാന്ന് പറയാം അല്ലെ. അപ്പൊ ബൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ബൂട്ട് ചെയ്യുമ്പോ നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നു? പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു അല്ലെ. സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്കൻഡറി മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയാം. ഒന്ന് മ്യൂട്ട് ചെയ്യൂട്ടാ. ഓക്കെ, അപ്പൊ ആ സമയത്താണ് നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൂട്ടിംഗ് എന്നുള്ള പ്രോസസ്സാണ് സംഭവിക്കുന്നത്. അതായത് സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മദർ ബോർഡിന്റെ അകത്ത് ഒരു ബയോസ് എന്ന് പറയുന്ന സെറ്റിംഗ്സ് ഉണ്ട്. ഈ ബയോസിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. എന്താണ് ബയോസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ബയോസ് എന്താ ചെയ്യുന്നത്? സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് റൺ ചെയ്യുന്നതാണ് ബയോസ്. ബയോസിന്റെ ഉള്ളിലുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു പോസ്റ്റ് എന്ന് പറയുന്നത്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. അതായത് അവിടെ കമ്പ്യൂട്ടർ ആ മദർ ബോർഡുമായി കണക്ട് ചെയ്തിട്ട് എല്ലാ ഹാർഡ് ഡിവൈസുകളും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യും അല്ലെ. ഓക്കെ, എല്ലാ ഹാർഡ്വെയർസും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ബയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഈ ബയോസിനെ സ്റ്റോർ ചെയ്യാൻ, ഈ ബയോസിന്റെ സെറ്റിംഗ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ് എന്ത് സിമോസ് എന്ന് പറയുന്നത്. നമ്മൾ സിമോസും ബയോസും രണ്ടും യൂസ് ചെയ്യാറുണ്ട്. രണ്ടും എന്താ ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ബയോസ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിംഗ്സ്, ഇതിന്റെ ആ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? സിമോസിലാണ്. Okay, the small amount of memory on a computer motherboard that stores the BIOS settings. ബയോസിന്റെ സെറ്റിംഗ്സ് അല്ല, ബയോസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ആ പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറിനെ പറയുന്ന പേരാണ് സിമോസ്. ഇത് മദർ ബോർഡിനകത്താണ് സിമോസും നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ബയോ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരാം? നമ്മുടെ ടൈം, ഡേറ്റ്, അതുപോലെ ഹാർഡ്വെയർ സെറ്റിംഗ്സ്, ഇതെല്ലാമാണ് ബയോ സെറ്റിംഗ്സിൽ ഉണ്ടാവുക. നമ്മുടെ സിസ്റ്റത്തിന്റെ കറന്റ് ടൈം എന്താണോ, ഡേറ്റ് എന്താണോ, പിന്നെ ഹാർഡ്വെയറിന്റെ സെറ്റിംഗ്സ്, ഇതെല്ലാമാണ് നമ്മുടെ ബയോസിൽ ഉണ്ടാവുക. ഈ ബയോ സെറ്റിംഗ്സിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് സിമോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു സിമോസ് സെറ്റപ്പ് അല്ലെങ്കിൽ ബയോസിലേക്ക് നമ്മൾ എങ്ങനെ കടക്കാന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സിസ്റ്റം ആദ്യം പവർ ബട്ടൺ ഓൺ ആക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ കീബോർഡിൽ നിന്ന് ഒന്നുകിൽ ഡിലീറ്റ് കീ അല്ലെങ്കിൽ F12 ആവാം, F9 ആവാം, F1 ആവാം, F10 അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എസ്കേപ്പ് കീ. അത് ഓരോ സിസ്റ്റത്തിനനുസരിച്ച് മാറും. ഓക്കെ, ഇതിപ്പോ HP കമ്പ്യൂട്ടർ ആണെങ്കിൽ F9 ആണ്. ഇനി നിങ്ങൾ വേറെ ഡെല്ലൊക്കെ ആണെങ്കിൽ F12. അങ്ങനെ ഓരോ കമ്പ്യൂട്ടറിന്റെ കമ്പനി മാറുന്നതിനനുസരിച്ചിട്ട് ബയോ സെറ്റിംഗ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള കീ നമുക്ക് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതെങ്ങനെയാന്നുള്ളത് ഞാനൊരു വീഡിയോ വഴി നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഒരു കമ്പ്യൂട്ടറിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു ബയോസിൽ എൻ്റർ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ, കമ്പ്യൂട്ടർ ഓൺ ആക്കിയ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഈ ചിലപ്പോൾ ആ സ്ക്രീനിൽ തന്നെ എന്ത് ചെയ്യും, ഡിസ്പ്ലേയിൽ കാണിക്കും ബയോസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള കീ ഇതാണെന്ന് പറഞ്ഞിട്ട്. ആ കീ ഏതാണോ ആ കീ നമ്മൾ പ്രസ് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ ഡിലീറ്റ് കീ ആവാം, എസ്കേപ്പ് കീ ആവാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബയോസിന്റെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ റീഡയറക്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ആ ബയോസ് പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സിസ്റ്റത്തിന്റെ ടൈം ചേഞ്ച് ചെയ്യണം. അത് നിങ്ങൾക്ക് സിസ്റ്റം ഓൺ ആക്കിയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ബയോ സെറ്റിംഗ്സിൽ പോയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബയോ സെറ്റിംഗ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത്? ഇതാണ് ഒരു ബ്ലൂ കളറിൽ കാണുന്നതാണ് ബയോ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അത് സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ബയോ സെറ്റിംഗ്സിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ വരുത്താം. ഇപ്പൊ ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെ കാണുന്നതാണ് ഹാർഡ് ഡിസ്ക് ബൂട്ട് പ്രയോറിറ്റി. അതായത് ഇവിടെ ഇപ്പൊ ബൂട്ടിംഗ് നടക്കുന്നത് എവിടുന്നാണ്? ഹാർഡ് ഡിസ്കിൽ നിന്നാണ് ഇതിന്റെ ഉദ്ദേശം. മനസ്സിലായ? അത് നമ്മൾ ഹാർഡ് ഡിസ്ക് എടുക്കാൻ കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഇവിടെ ബൂട്ടിംഗ് പ്രയോറിറ്റി ഹാർഡ് ഡിസ്ക് കൊടുത്തിട്ടുണ്ടാവുക എല്ലാ സിസ്റ്റത്തിലും? എന്തുകൊണ്ടായിരിക്കും? ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്?
എന്തായിരുന്നു ബൂട്ടിംഗ് എന്ന് പറഞ്ഞാ? കേൾക്കുന്നില്ലേ? ഹലോ, അതിലെന്താ സംഭവിക്കണെന്നാ പറഞ്ഞത്? സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ആവുക. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡറി മെമ്മറി എന്നാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ബൂട്ടിങ്ങിന് പ്രയോറിറ്റി ഹാർഡ് ഡിസ്ക് കൊടുക്കാൻ കാരണം എന്താ? ഹാർഡ് ഡിസ്കിനകത്താണ് നമ്മുടെ എന്തുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിടക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ആദ്യം ഹാർഡ് ഡിസ്കിൽ നിന്ന് വേണം എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ബൂട്ട് പ്രയോറിറ്റി ഇവിടെ ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നിങ്ങളിപ്പോ ഒരു പുതുതായിട്ട് നിങ്ങളിപ്പോ ഒരു ഉബുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വിൻഡോസോ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആ ഫയൽ ഇപ്പൊ നിങ്ങൾക്ക് പെൻ ഡ്രൈവിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൂട്ട് ഡിവൈസ് USB ആക്കി മാറ്റാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് എവിടെ നിന്നാണോ ബൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായിരിക്കും നമ്മൾ ഇവിടെ ബയോ സെറ്റിംഗ്സിൽ ഫസ്റ്റ് കൊടുക്കുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ പറഞ്ഞത്? നമുക്ക് ഇത് ആവശ്യമുണ്ട് കേട്ടോ, ബൂട്ടിങ്ങിന്റെ ഈ പ്രയോറിറ്റി കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ സിമോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ബയോ സെറ്റിംഗ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മെമ്മറിയാണ് സിമോസ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അത് ഓരോ സിസ്റ്റത്തിലും നമുക്ക് സിമോസ് എങ്ങനെ എടുക്കാന്ന് ചോദിച്ചാൽ അത് ഓരോ സിസ്റ്റത്തിലും അതിന്റെ മാനുഫാക്ചറിന്റെ ഡിഫറൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് ഓരോ കമ്പനി അനുസരിച്ചിട്ട് HP ആണ് അല്ലെങ്കിൽ ഡെല്ലാണ്, ലിനോവ ആണ് കമ്പ്യൂട്ടർ, അങ്ങനെ ഓരോ മാനുഫാക്ചർ അനുസരിച്ചിട്ട് ബയോ സെറ്റപ്പിലേക്ക് നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാന്നുള്ളത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്തിന് നമുക്ക് ചിലപ്പം ഡിലീറ്റ് കീ ആയിരിക്കാം, ചില സിസ്റ്റത്തിൽ F10 ആയിരിക്കാം. അങ്ങനെ നമുക്ക് ഏതാണോ കീ ആ കീ പ്രസ് ചെയ്യുക. അത് നമുക്ക് ആ ഡിസ്പ്ലേ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഏത് കീ ആന്നുള്ളത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബ്ലൂ കളർ സ്ക്രീനിലേക്ക് വരും. അപ്പൊ ഇവിടെ നോർമലി നമ്മുടെ എല്ലാ കമ്പ്യൂട്ടറിന്റെ അകത്തും ഹാർഡ് ഡിസ്കിന്റെ ബൂട്ട് പ്രയോറിറ്റി, ഹാർഡ് ഡിസ്ക് ആയിരിക്കും ബൂട്ട് പ്രയോറിറ്റിയിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ കാണണ്ട ഹാർഡ് ഡിസ്ക് ബൂട്ട് പ്രയോറിറ്റി. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഹാർഡ് ഡിസ്കിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, ബൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ടിങ് അല്ലെ, കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയാം. ഇവിടെ ഹാർഡ് ഡിസ്ക് എന്ന് കൊടുക്കാൻ കാരണം എന്താ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എവിടെയാണ്? ഹാർഡ് ഡിസ്കിലാണ്. അപ്പൊ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എടുത്തിട്ട് പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ കറക്റ്റ് വർക്കിംഗ് നടക്കുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബൂട്ട് പ്രയോറിറ്റി നമ്മൾ ഇവിടെ ഹാർഡ് ഡിസ്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സിസ്റ്റത്തിലും ഫസ്റ്റ് ബൂട്ട് പ്രയോറിറ്റി ഹാർഡ് ഡിസ്ക് ആയിരിക്കും. നമ്മൾ പുതിയതായിട്ട് ഒരു സിസ്റ്റം, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബൂട്ട് പ്രയോറിറ്റി നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് കോൺഫിഗറിംഗ് ഡിസ്പ്ലേ ഇൻ വിൻഡോസ് 10. വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വിൻഡോസ് 11 ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യം കൺട്രോൾ പാനലിൽ പോകണം. ഇത് കാണുന്നില്ല, സ്ക്രീൻ വിസിബിൾ അല്ലേ? കൺട്രോൾ പാനലിൽ പോയിട്ട് നമ്മൾ സ്റ്റാർട്ടിൽ പോവുക, കൺട്രോൾ പാനൽ എടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ. അതായത് നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം, അതായത് ഇവിടെയുള്ള ഈ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചേഞ്ച് ചെയ്യാമെന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ അതിൽ സിസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കട്ടോ, കൺട്രോൾ പാനലിൽ സിസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് സിസ്റ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കാണാൻ പറ്റും. കാണുന്നില്ല? അപ്പൊ ഇവിടെ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ലാപ്ടോപ്പിന്റെ പേര് എന്താണോ അതാണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ ഡിസ്പ്ലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ കാണാം ബ്രൈറ്റ്നെസ്, നമ്മുടെ ആ ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നെസ്. നമുക്ക് നൈറ്റ് ലൈറ്റ് ആണോ വേണ്ടത്, കളർ, നമുക്ക് ഏതെങ്കിലും കളറൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടെക്സ്റ്റിന്റെയും ആപ്പുകളുടെ ഒക്കെ സൈസൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ റെസൊല്യൂഷൻ, അതിന്റെ ആ ക്ലാരിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്പ്ലേന്റെ ഓറിയന്റേഷൻ, ലാൻഡ്സ്കേപ്പ്, ഇങ്ങനെ ഈ ഒരു
വീതി കൂടുതലുള്ള മോഡലാണോ, അല്ലെങ്കിൽ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നീളം കൂടുതലുള്ള രീതി, നമ്മുടെ ഫോണൊക്കെ ഉള്ള രൂപത്തിലായിരിക്കും. അങ്ങനെ ആ ഓറിയന്റേഷൻ നമുക്ക് ഏതാണോ വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പോയിട്ടാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കൺട്രോൾ പാനലിൽ പോവുക, സിസ്റ്റത്തിൽ പോവുക, ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പേഴ്സണലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ കൺട്രോൾ പാനലിൽ പേഴ്സണലൈസേഷൻ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന്റെ ഇമേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പോയി ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, അതിന്റെ തീം, പിന്നെ ലോക്ക് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ടാസ്ക് ബാറിൽ ഏതൊക്കെ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതാണ് ടാസ്ക് ബാർ. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് സ്റ്റാർട്ട് ബട്ടൺ. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ആപ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞൊരു ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിസ്പ്ലേ കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞേ? നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഒരു ഓഡിയോ അല്ലെങ്കിൽ മൈക്രോഫോൺ ഒക്കെ നമ്മളെ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിൽ കോൺഫിഗർ ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഇതിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു നമ്മുടെ ടാസ്ക് ബാറിൽ നമുക്ക് ഇവിടെ ഒരു ഓഡിയോ എന്നുള്ള ആ ഓഡിയോന്റെ ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. കാണുന്നില്ലേ? അത് ജസ്റ്റ് എന്ത് ചെയ്യാം, ആദ്യമേ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആദ്യമേ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെനു വരും. ഈ മെനുവിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഈ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ബാക്ക് എന്നുള്ള ഈ ഒരു ടാബിന്റെ അകത്ത് സ്പീക്കർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ ഡെസ്ക് ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെയോ സൗണ്ട് എടുക്കുന്നത് എവിടെ നിന്നാണ്, സ്പീക്കറിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഹെഡ്ഫോൺ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈക്രോഫോൺ ഒന്നും നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഡീഫോൾട്ട് ആയിട്ട് സ്പീക്കർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾ ഹെഡ്ഫോണോ മൈക്രോഫോണോ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നാണ് സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്തത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ആ പ്ലേ ബാക്കിന്റെ തൊട്ടപ്പുറത്ത് കാണാൻ പറ്റും റെക്കോർഡിങ്സ് എന്നുള്ള ഒരു ഇത് കാണുന്നില്ലേ? റെക്കോർഡിങ്സ്. ഈ റെക്കോർഡിങ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോഫോൺ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് മൈക്രോഫോൺ ആയിരിക്കും. അതൊക്കെ നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. അതാണ് നമുക്ക് ഓഡിയോ സെറ്റിംഗ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോണതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇതിപ്പോ ഇത് സെയിം ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കാണാം. കണ്ടാ ഈ ടാസ്ക് ബാറിൽ കാണുന്നില്ലേ? ഇവിടെ കാണാം സൗണ്ട് സെറ്റിംഗ്സ്. വിൻഡോസ് 11 കേസാണ് അപ്പൊ പറയുന്നത്. സൗണ്ട് സെറ്റിംഗ്സ് എടുക്കുക. ഈ സൗണ്ട് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇപ്പൊ സ്പീക്കർ ആണോ ഫോൺ ആണോ, നിങ്ങൾക്ക് ഏതിൽ നിന്നാണോ സൗണ്ട് വേണ്ടത്. ഇപ്പൊ ഞാൻ ഹെഡ്ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ എന്താണ് ഹെഡ്ഫോൺ ആണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഹെഡ്ഫോൺ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുക, ഇവിടെ സ്പീക്കർ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നമുക്ക് വോളിയം എത്രയാണ് എന്നുള്ളത്, പിന്നെ അതുപോലെ ഹെഡ്സെറ്റ്. ഓക്കെ, നമുക്ക് സ്പീക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്, ഹെഡ്സെറ്റ് ആണ്. ഞാനിവിടെ ഹെഡ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വോളിയം നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതിന്റെ അകത്തുള്ള സൗണ്ട് ഡിവൈസുകൾ, സ്പീക്കർ ഉണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്, പിന്നെ നമുക്ക് വേണമെങ്കിൽ മൈക്രോഫോൺ കണക്ട് ചെയ്യാം. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് നമുക്ക് ഈ ഓഡിയോ സെറ്റിംഗ്സിൽ കാണാൻ പറ്റുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ടാസ്ക് ബാറിൽ ഈ വോളിയത്തിന്റെ സിമ്പിൾ എടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സൗണ്ട് സെറ്റിംഗ്സ് എടുക്കുക. പറഞ്ഞ ക്ലിയർ അല്ലേ? അല്ലേ? നിങ്ങൾ ലാബിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കട്ടാ. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ ക്ലിയർ അല്ലേ? ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്കൊരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ അകത്ത് ലിനക്സ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ലിനക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അല്ലെ? അതുപോലെ ഓപ്പൺ സോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ലിനക്സ്. ലിനക്സിന്റെ ഒരു വേർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഉബുണ്ടു. അതാണ് ഫേമസ് ആയിട്ട് എല്ലാവരും നോർമലി യൂസ് ചെയ്യുന്ന വേർഷൻ ആണ് ഉബുണ്ടു എന്ന് പറയുന്നത്. ഈ ഉബുണ്ടു നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നോക്കാം.
ക്ലിയർ അല്ലേ പറഞ്ഞേ? ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് ചെല്ലാൻ ചോദിക്കാറില്ല നിങ്ങൾക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയോ അല്ലെങ്കിൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയരുത്. അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, അപ്പൊ അതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു USB ഡ്രൈവ്, അതായത് ഒരു പെൻഡ്രൈവ് വേണം. മിനിമം 4 GB എങ്കിലും കപ്പാസിറ്റി ഉള്ള ഒരു പെൻഡ്രൈവ് വേണം. കാരണം നമുക്ക് USB ഈ പെൻഡ്രൈവിന്റെ അകത്താണ് നമ്മൾ ഉബുണ്ടു എന്താ സേവ് ചെയ്യണത്. അപ്പൊ ഉബുണ്ടുവിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.6 GB സംതിങ് എത്രയാണ് വരുന്നത്. അപ്പൊ മിനിമം നമുക്കൊരു 4 GB എങ്കിലുമുള്ള ഒരു പെൻഡ്രൈവ് വേണം. പിന്നെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം. പിന്നെ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വേണം. ഓക്കെ, ക്ലിയർ പറഞ്ഞ്? ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഉബുണ്ടു എന്ത് ചെയ്യാം, അതിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയാന്നുള്ളത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇൻസ്റ്റാൾ ചെയ്ത ഉബുണ്ടുവിനെ നമ്മൾ USB എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ല പറഞ്ഞത്? നമ്മുടെ USB നമ്മൾ എന്ത് ചെയ്യണം, ബൂട്ടബിൾ ആക്കണം. ഓക്കെ, USB എന്ത് ചെയ്യണം, ബൂട്ടബിൾ ആക്കണം. എന്തായിരിക്കും USB ബൂട്ടബിൾ ആക്കുക എന്ന് പറഞ്ഞാല്, ബൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, എന്താണ് ബൂട്ട് ചെയ്യാന്ന് പറഞ്ഞാലേ, സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എടുത്തിട്ട് നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിൽ പറയുന്ന പേരാണ് ബൂട്ടിങ്. അല്ലേ? അല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യട്ടെ. അപ്പൊ ഈ ഒരു USB ബൂട്ടബിൾ ആക്കാന്ന് പറഞ്ഞാല് ഇതുപോലെ നമ്മൾ പറഞ്ഞു, സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് ബൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോസിന്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ബൂട്ടിംഗ് ഡിവൈസ് ആയിട്ട് ഹാർഡ് ഡിസ്ക് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു സിസ്റ്റം ഉബുണ്ടു ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉബുണ്ടു അതിപ്പോ ഒരു പെൻഡ്രൈവ് USB-യിലാണെങ്കിൽ ആ USB വേണം ഫസ്റ്റ് ബൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ. വേണ്ടേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാണോ ഉള്ളത് അവിടുന്ന് വേണം നമ്മളെ ബൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ നോർമൽ പെൻഡ്രൈവ് ഒന്നും ബൂട്ടബിൾ ആവില്ല. അപ്പൊ നമുക്ക് നമ്മളെ കയ്യിലുള്ള പെൻഡ്രൈവിനെ നമ്മൾ എന്ത് ചെയ്യണം, ബൂട്ടബിൾ ആക്കണം. ഓക്കെ, അപ്പൊ ബൂട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൂഫസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ റൂഫസ് പ്രോഗ്രാം വെച്ചിട്ടാണ് നമ്മുടെ USB-നെ നമ്മൾ എന്താക്കി മാറ്റുന്നത്, ബൂട്ടബിൾ ആക്കി മാറ്റുന്നത്. ഇത് കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇത് ഞാൻ ഒന്നും കൂടെ വീഡിയോ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. എന്താണ് റൂഫസ്, എന്തിനാ യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി പറയണോ? പറയണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും? മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. റൂഫ് നമുക്ക് ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്ത ഉബുണ്ടുവിനെ നമ്മൾ ഒരു പെൻഡ്രൈവിലേക്കാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. എന്നിട്ട് ആ പെൻഡ്രൈവിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പോണത്, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ പെൻഡ്രൈവ്, അതായത് ഈ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ആദ്യം അത് എവിടെ പോയിട്ടാണ് ഡാറ്റ എടുക്കുന്നത്, പെൻഡ്രൈവിന്റെ അകത്ത് പോയിട്ടാണ് ഡാറ്റ എടുക്കേണ്ടത്. നോർമലി ഹാർഡ് ഡിസ്കിൽ നിന്നാണ് നമ്മൾ ഡാറ്റ എടുക്കുക. അത് ഹാർഡ് ഡിസ്കിലായിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിടക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ നിന്നായിരിക്കും ലോഡ് ചെയ്യാം. അപ്പൊ നമ്മളൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് ഹാർഡ് ഡിസ്ക് അല്ല, നമ്മുടെ പെൻഡ്രൈവിന്റെ അകത്തു നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഡാറ്റ എടുക്കേണ്ടത്. അപ്പൊ ആ ഒരു പെൻഡ്രൈവ് ആണ് USB എന്ന് പറയുന്നത്. അപ്പൊ ആ പെൻഡ്രൈവിനെ നമ്മൾ എന്താക്കണം, അങ്ങനെ പെൻഡ്രൈവ് സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് തന്നെ പെൻഡ്രൈവിൽ നിന്നുള്ള ഡാറ്റ ലോഡ് ചെയ്യണമെങ്കിൽ ആ പെൻഡ്രൈവിനെ നമ്മൾ ബൂട്ടബിൾ ആക്കണം, ബൂട്ടബിൾ USB ആക്കി മാറ്റണം. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് വർക്ക് ചെയ്യണം. സിസ്റ്റം വർക്ക് ചെയ്യുന്ന പ്രോസസ്സാണല്ലോ ബൂട്ട് ചെയ്യാന്ന് പറഞ്ഞാല്. അപ്പൊ ബൂട്ടബിൾ USB എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ തന്നെ USB ആദ്യം വർക്ക് ചെയ്യണം. അപ്പോഴാണ് ആ USB-ന്റെ അകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു USB-നെ ബൂട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൂഫസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ. അപ്പൊ അത് നമ്മൾ അത് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. ക്ലിയർ അല്ലേ? ഞാൻ വീഡിയോ കാണിച്ചു തരാം ഒന്നും കൂടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൂഫസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ USB-ന്ന് ബൂട്ട് ചെയ്യുക, ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് അതിന്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാം.
ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഉബുണ്ടു എന്ന് പറയുന്നത്. കാണുന്നില്ലേ? കാണുന്നില്ലേ അത്? ആ ആ ആ അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉബുണ്ടുവിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഉബുണ്ടുവിന്റെ ഡെസ്ക് ടോപ്പ് ഇതിന്റെ ഏറ്റവും ലെഫ്റ്റ് കോർണറിൽ നമുക്ക് ഇവിടെ പോയാൽ നമുക്ക് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ അകത്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ ഉബുണ്ടു നമ്മളിനി ഒരു ഇതിപ്പോ വിൻഡോസിന്റെ ഡെസ്ക് ടോപ്പാണ്. എങ്ങനെയാണ് ഒരു വിൻഡോസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ പോവാം, ഡൗൺലോഡ് ഉബുണ്ടു എന്ന് കൊടുക്കുക. അപ്പൊ ഉബുണ്ടുവിന്റെ സൈറ്റിൽ പോവും. അപ്പൊ അവിടുന്ന് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും. ഡൗൺലോഡ് ഉബുണ്ടു എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പൊ ഉബുണ്ടുവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഏതാണോ അത് ഇവിടുന്ന് കിട്ടും. അതെന്ത് ചെയ്യാം, ഡൗൺലോഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കാണാം, ഇവിടെ ഈ കോർണറിൽ കാണാൻ പറ്റും ഡൗൺലോഡ് ചെയ്ത് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഡൗൺലോഡിന്റെ എത്ര ടൈമാണോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പോയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ പോയാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഗൂഗിൾ പോവുക, എന്ത് ചെയ്യാ, ഡൗൺലോഡ് ഉബുണ്ടു കൊടുക്കുക. നമ്മൾ പറഞ്ഞത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അപ്പൊ നമുക്ക് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ഉബുണ്ടു ഡെസ്ക്ടോപ്പ് കൊടുക്കുക. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന്റെ അകത്ത് ഉബുണ്ടു ഡെസ്ക്ടോപ്പ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഉബുണ്ടു ഇതിന്റെ വേർഷന്റെ പേരാണ് 22.04 LTS ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്താ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിരിക്കും അതിന്റെ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഉണ്ടാവുക. അത് ഫുള്ളി ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, അതുകൊണ്ടാണ് ഈ വീഡിയോ വെച്ച് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇപ്പൊ നമ്മളെ ഡെസ്ക്ടോപ്പിൽ കൊണ്ടുപോയിട്ട് ഇടാം. ക്ലിയർ അല്ലേ? ഇതാണ് ഇപ്പൊ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയൽ, ഈ ഉബുണ്ടു 22.4 എന്നുള്ളത്. ഇത് ക്ലിയർ അല്ലേ? അല്ലേ? അപ്പൊ ഡൗൺലോഡ് ചെയ്ത ഫയൽ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് റുഫസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആവശ്യമാണ്. അപ്പൊ അതിന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നമ്മൾ വീണ്ടും ഗൂഗിളിൽ പോവുക, റൂഫസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ ഫസ്റ്റ് കാണുന്ന ലിങ്ക് കാണാം റൂഫസിന്റെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കും. അതിൽ ഏതാണ് ലിങ്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ആണ്, ഏത് വേർഷൻ എന്നുള്ളത് ലിങ്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതും ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ റൂഫസിന്റെ സോഫ്റ്റ്വെയർ, ഇതാണ് നമ്മുടെ ഉബുണ്ടുവിന്റെ സോഫ്റ്റ്വെയർ. ഇത് രണ്ടും ക്ലിയർ അല്ലേ? നമ്മൾ രണ്ടും ഇന്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിലൊക്കെ ലിനക്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്പാട്ടോ ഞാൻ പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? അല്ലേ? ആ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു പെൻഡ്രൈവ്, നമ്മുടെ കയ്യിലുള്ള ഒരു പെൻഡ്രൈവ് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാം. അപ്പൊ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ USB-F അകത്താണ് ഈ പെൻഡ്രൈവിന്റെ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഡ്രൈവിലാന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂഫസിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, റൂഫസ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ അകത്ത് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് നമ്മുടെ പെൻഡ്രൈവ് ഏതാണോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സെലക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ പെൻഡ്രൈവിന്റെ നെയിം എന്താണ് അതായിരിക്കും കിടക്കുക. ഇനി നെക്സ്റ്റ് ബൂട്ട് സെലക്ഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എവിടുന്നാണോ ബൂട്ട് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ എന്താണോ ഉബുണ്ടു നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഉബുണ്ടുവിനെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഉബുണ്ടു ഇവിടെ ഡെസ്ക് ടോപ്പിലാണുള്ളത്, ഈ ഭാഗത്തോടെ ഡെസ്ക് ടോപ്പിലാണുള്ളത്. ഉബുണ്ടു സെലക്ട് ചെയ്യുക, ഫയൽ കൊടുക്കുക. അപ്പൊ ഇവിടെ ഉബുണ്ടുവിന്റെ ഫയൽ വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നമ്മളെടുത്ത ഉബുണ്ടുവിന്റെ ഫയൽ ഇപ്പം ഈ റൂഫസിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പെൻഡ്രൈവ് റിമൂവ് ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പറയണ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയിട്ട് ഉബുണ്ടു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു, പിന്നെ റൂഫസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് റൂഫസ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ റൂഫസിന്റെ ബൂട്ടബിൾ ഇതാക്കിയിട്ട് ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് സെർച്ച് ചെയ്തിട്ട് അത് കൊണ്ടുപോയി സെലക്ട് ചെയ്തിട്ടു. ക്ലിയർ അല്ലേ പറഞ്ഞത്? എന്നിട്ട് ആ പെൻഡ്രൈവ് നമ്മൾ എന്ത് ചെയ്യുക, പുറത്തെടുക്കുക. ഇനി നമുക്ക് ഏത് കമ്പ്യൂട്ടറിലാണോ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് പോയിട്ട് പെൻഡ്രൈവ് കണക്ട് ചെയ്യുക. സിസ്റ്റം ഓൺ ആക്കുന്നതിന്റെ മുന്നേ തന്നെ പെൻഡ്രൈവ് എന്ത് ചെയ്യുക, ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പവർ ഓൺ ആക്കുക, കമ്പ്യൂട്ടറിന്റെ പവർ ഓൺ ആക്കുക. ഈ പവർ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു ബയോ സെറ്റിംഗ്സിൽ കയറാൻ വേണ്ടിയിട്ട് F11 ആണോ F12 ഏതാണോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് F12 ആണ്. ഇവിടെ ഇതാണ് നമ്മുടെ ബയോസിന്റെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോ സെറ്റിംഗ്സ്. ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവട്ടെ. ഞാൻ നേരത്തെ കാണിച്ചത് ബ്ലൂ സ്ക്രീൻ ആയിരുന്നു, ഇതിപ്പോ ഒരു ബ്ലാക്ക് സ്ക്രീനിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ കാണാൻ പറ്റും ഇന്റേണൽ ഹാർഡ് ഡിസ്ക് ആണ് ബൂട്ടബിൾ
അതായത് ഹാർഡ് ഡിസ്കിൽ നിന്നാണ് ഇവിടെ ബൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ നമുക്കിപ്പോൾ അത് എന്താക്കി മാറ്റണം, നമ്മുടെ പെൻഡ്രൈവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണം നമുക്ക് ബൂട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കത് എന്താക്കി മാറ്റണം, നമ്മുടെ USB ആക്കി മാറ്റണം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇന്റേണൽ ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, USB എന്നുള്ളത് ആരോ കീ പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബുണ്ടു. അപ്പൊ നമുക്ക് എന്താണ്, ഇൻസ്റ്റാൾ ഉബുണ്ടു ആണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മെനു വരും. ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാൾ ഉബുണ്ടു കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നമ്മുടെ കീബോർഡ് ഇംഗ്ലീഷ്, കീബോർഡ് ലേഔട്ട് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോർമൽ ഇൻസ്റ്റാളേഷൻ ആണോ അല്ലെങ്കിൽ ഡൗൺലോഡ് അപ്ഡേറ്റ്സ് വഴി ഇൻസ്റ്റാൾ അതൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഡിസ്ക് ഫുൾ ഡിലീറ്റ് ചെയ്തിട്ടാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ചോദിക്കും. അത് ഏതാന്നുള്ളത് ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ കൺട്രി ഏതാന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നെയിം, നമ്മുടെ പേര്, കമ്പ്യൂട്ടറിന്റെ നെയിം, പിന്നെ നമുക്കൊരു യൂസർ നെയിം സെറ്റ് ചെയ്യാം, പാസ്വേഡ് ചെക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോപ്പിയും ഫയൽസ് ഉബുണ്ടു ഫയൽ കോപ്പിയായി. എന്ത് ചെയ്യുക, റീസ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായി, ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ അവിടെ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാം. ഇതാണ് ഉബുണ്ടുവിന്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി പറയണോ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഉബുണ്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു USB ഡ്രൈവ് അല്ലെങ്കിൽ പെൻ ഡ്രൈവ് വേണം. അതിന് അറ്റ്ലീസ്റ്റ് 8 GB മെമ്മറി റിക്വയർമെന്റ് വേണം കേട്ടോ. നമ്മൾ മറ്റേ ഉബുണ്ടുവിന്റെ അകത്ത് 4 GB ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ 8 GB മെമ്മറി കപ്പാസിറ്റി ഉള്ള USB ഡ്രൈവ് വേണം. പിന്നെ അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അകത്ത് മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് വേണം. ഓക്കെ. അതായത് നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ അകത്ത് ഇപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് നമുക്ക് വേണം. എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം പിന്നെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു സിസ്റ്റം, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന്റെ അകത്ത്, ഇപ്പൊ നിങ്ങൾ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ട്, അതിന്റെ നിങ്ങളെ കയ്യിലുള്ള കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ്, വിൻഡോസ് തന്നെയാണ്. പക്ഷെ അതൊരു കുറെ മുന്നത്തെ വേർഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പൊ വിൻഡോസ് 11 ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് വിൻഡോസ് 11 ആക്കണം അല്ലെങ്കിൽ വിൻഡോസ് 10 ആക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറിന് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിന് കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്, മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ ഒരു വിൻഡോസ് 11 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊസസ്സർ 64 ബിറ്റ് ആവണം. ഇത് നമ്മൾ നോക്കേണ്ടത് എവിടെ പോയിട്ടാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റം സ്പെസിഫിക്കേഷൻസ് എങ്ങനെ എടുക്കുക എന്നുള്ളത്, ഓർമ്മയില്ലേ? അപ്പൊ അതിൽ പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാ, 64 ബിറ്റ് ആണോ, പിന്നെ അതേപോലെ റാം മിനിമം മെയിൻ മെമ്മറി നമ്മുടെ 4 GB റാം വേണം. പിന്നെ ഹാർഡ് ഡിസ്ക് 64 GB എങ്കിലും വേണം. പിന്നെ TPM2 ഇനേബിൾ ആയിരിക്കണം. അതായത് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ ആണ് TPM എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഒരു സെക്യൂരിറ്റി കൊടുക്കാനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് TPM. പിന്നെ സെക്യൂർ ബൂട്ട് എനേബിൾ ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് PC ഹെൽത്ത് ചെക്ക് ടൂൾ. ഈ PC ഹെൽത്ത് ചെക്ക് ടൂൾ എന്നുള്ളത് നമുക്ക് ഇന്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റം, അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിൽ ഈ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യാ, മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ, USB ഇതിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുക, USB കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന്റെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പറയും, അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോവാം. USBന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൂട്ട് ചെയ്യാം, ബൂട്ടിങ് തുടങ്ങാം, വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ്
മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനാദ്യം നമുക്കൊരു പെൻഡ്രൈവ് വേണം, പിന്നെ നമ്മുടെ കയ്യിലൊരു കമ്പ്യൂട്ടർ വേണം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അത് വിൻഡോസ് 11 വേറെ ഏതെങ്കിലും ആണെന്ന് വിചാരിച്ചോ. അത് നമുക്ക് മാറ്റിയിട്ട് വിൻഡോസ് 7 മാറ്റി നമുക്ക് വിൻഡോസ് 11 ആക്കണം എന്ന് വിചാരിച്ചോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഗൂഗിളിൽ പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക, വിൻഡോസ് 11 നമുക്ക് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് വിൻഡോസ് 11 ഓക്കെ, മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറും. എന്നിട്ട് എന്ത് ചെയ്യാം, വിൻഡോസ് 11 അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ സിസ്റ്റത്തിന് ഒരു മിനിമം സ്പെസിഫിക്കേഷൻ വേണം എന്നുള്ളത്. അപ്പോൾ ആ സ്പെസിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് PC ഹെൽത്ത് ചെക്ക് എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് PC ഹെൽത്ത് ചെക്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഡൗൺലോഡ് PC ഹെൽത്ത് ചെക്ക് ആപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനെ നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കുക. ഓക്കെ, ഹെൽത്ത് ചെക്കപ്പ് സെറ്റപ്പ് അപ്പോൾ ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് മിനിമൈസ് ചെയ്തിട്ട് അതിപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ട് ബാറിൽ ഉണ്ടാവും, നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഹെൽത്ത് ചെക്കപ്പ്, ആ ആപ്പ് PC ഹെൽത്ത് ചെക്ക് എന്നുള്ളത്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. മനസ്സിലാവണില്ലേ പറയണത്? എന്നിട്ട് അപ്പോൾ നമുക്ക് PC ഹെൽത്ത് പ്ലാൻസ് കണ്ട ഒരു വിൻഡോ വരും. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് നൗ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾ റിസൾട്ട് ഉണ്ട്, പിന്നെ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ കാണാൻ പറ്റും ദിസ് PC മീൻസ് വിൻഡോസ് 11 റിക്വയർമെന്റ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ റിക്വയർമെന്റ്സും ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആദ്യം നമ്മൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ സ്പെസിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ, നമ്മളെ റാമൊക്കെ ഇപ്പോൾ കുറവാണ്, മെമ്മറിൻ്റെ കപ്പാസിറ്റി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, റാം മാറ്റിയിട്ട് ഇപ്പോൾ 8GB റാമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇടാൻ പറ്റും, വാങ്ങിച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇടാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ കാര്യങ്ങളും നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ റിക്വയർമെന്റ്സും നമ്മൾ ഇതിൻ്റെ അകത്ത് ഹെൽത്ത് അറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ചെക്ക് എന്നുള്ള ഈ ഒരു ആപ്പിനകത്ത് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓക്കെ മിനിമം റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഡൗൺലോഡ്, ഓക്കെ, വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ മീഡിയ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഡൗൺലോഡ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ സൈഡിൽ കാണാൻ പറ്റും അത് ഡൗൺലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം മീഡിയ ക്രിയേഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ISO ഫയൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്നത് മീഡിയ ക്രിയേഷൻ ടൂൾ വെച്ചിട്ടാണ് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ മീഡിയ ക്രിയേഷൻ ടൂൾ അവിടെ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് വിൻഡോ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഓക്കെ കൊടുക്കുക. നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, പിന്നെ നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ ഒന്ന് സെലക്ട് ചെയ്യുക. എഡിഷൻ വിൻഡോസ് 11 ആണ്, നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ എവിടെ നിന്നാണ് ബൂട്ട് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു ഒരു USB-യിലേക്കാണ്, പെൻഡ്രൈവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സ്റ്റോർ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ നമുക്ക് ISO ഫയലായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്, USB ഫ്ലാഷ് ഡ്രൈവ് വെച്ചിട്ട്, അതായത് പെൻഡ്രൈവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ലോഡ് ചെയ്യാൻ പോണത്. USB സെലക്ട് ചെയ്ത് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് 8GB എങ്കിലും USB-ന്റെ കപ്പാസിറ്റി ഇവിടെ വേണം. എന്നിട്ട് എന്ത് കൊടുക്കുക, നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ USB എവിടെ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ USB ആദ്യം എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് USB കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ USB കണക്ട് ചെയ്യുമ്പോൾ USB എന്ന് പറയുന്നതിലാണ് ഉള്ളത്. ജസ്റ്റ് ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക പെൻഡ്രൈവ്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് ഇവിടെ USB കണക്ട് ആയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ ഫയൽ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം, ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ USB-ന്റെ ഫയലുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഫോർമാറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, സ്റ്റാർട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക.
അപ്പോൾ USB ഫുള്ള് ഡിലീറ്റ് ആയി. ഇപ്പോൾ ആ USB എന്താ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി ഓൾറെഡി ബ്ലാങ്കിലാണ് USB ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ USB-നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ റിഫ്രഷ് ഡ്രൈവ് ലിസ്റ്റ് എന്ന് കൊടുത്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ USB-ന്റെ പേര് അവിടെ വരും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ Windows 11 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ USB ആ പെൻ ഡ്രൈവിലേക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ USB റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 നമ്മൾ അതിലേക്ക് ഡൗൺലോഡായി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇജക്റ്റ്, അതായത് നമ്മുടെ ഈ പറയുന്ന പെൻ ഡ്രൈവിനെ നമ്മൾ പുറത്തെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ നമുക്ക് ഏത് കമ്പ്യൂട്ടറിലാണോ എന്ത് ചെയ്യേണ്ടത് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് പ്ലഗ് ഇൻ ചെയ്യാം. നേരത്തെ ഉബുണ്ടു ചെയ്ത പോലെ തന്നെ നമ്മൾ അവിടെ ആദ്യം കണക്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബയോസിലേക്കും കയറണം. ഓക്കെ, പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഉടനെ തന്നെ ബയോസിലേക്കും കയറണം. അത് ഏത് കീ ആണെന്നുള്ളത് ഓരോ കമ്പ്യൂട്ടറിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. ആദ്യം പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇപ്പോൾ F10 ആണോ അത് കീ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അതിലേക്ക് ബയോസിലേക്ക് കയറാം. അപ്പം ഇതാണ് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉബുണ്ടുവിൻ്റെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ബൂട്ട് മെനു ആണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, USB-യിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബൂട്ട് മെനു അതായത് USB-യിലാണ് നമുക്ക് ബൂട്ട് ചെയ്യേണ്ടത്. അതിന് USB-യിലേക്ക് മാറ്റുക. എന്നിട്ട് ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിൻഡോസ് ഓപ്പൺ ആയിക്കൊണ്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ടാവുക. വിൻഡോസ് നമ്മൾ ആ പെൻ ഡ്രൈവിലുള്ള വിൻഡോസ് ആണ് ഇപ്പോൾ ഇതിലേക്ക് ലോഡായിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലാംഗ്വേജ് വിൻഡോസിന് സെറ്റപ്പ് വന്നത് ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യുക. അത് ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നൊക്കെ ഇവിടെ സെലക്ട് ചെയ്തെടുക്കാം. അതിൻ്റെ വേർഷൻ നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ടേംസും കണ്ടീഷൻസൊക്കെ അഗ്രി കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ കസ്റ്റം ആണോ കൊടുക്കുക, കസ്റ്റം ആണെങ്കിൽ കസ്റ്റം കൊടുക്കുക. ഇത് നമുക്ക് ഇവിടെ നമ്മുടെ മെമ്മറി പാർട്ടീഷനിങ് ചെയ്യാൻ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ള 240 GB ഉണ്ട്. അത് നമുക്ക് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാം. എത്ര സൈസ് എത്ര വേണ്ടതെന്നുള്ളത് ഡ്രൈവിന് പറഞ്ഞു കൊടുക്കുക. എത്ര MB ആണോ അത് അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പാർട്ടീഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, പാർട്ടീഷൻ 142. ഇതൊക്കെ അൺഅലോക്കേറ്റഡ് ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം, അതിനെന്ത് ചെയ്യാം, പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 പാർട്ടീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പാർട്ടീഷൻ 3യും അതുപോലെ പാർട്ടീഷൻ 4. ഇതൊക്കെ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സിന് ആദ്യമുള്ള പാർട്ടീഷൻസ് ആവട്ടെ. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വിൻഡോസ് ഫയൽസ് എല്ലാം ഇവിടെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കൺട്രി ഏതാണെന്നുള്ളത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കുക. പിന്നെ കീബോർഡ് ഏത് ഇംഗ്ലീഷ് ആണോ കീബോർഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് കീബോർഡ് ലേഔട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പേര് ഇതിൻ്റെ അകത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പേരോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പേര് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സെറ്റപ്പ് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് നെക്സ്റ്റ് കൊടുക്കുക. ഈ നമ്മുടെ ഒരു ഇമെയിൽ ID അല്ലെങ്കിൽ Gmail ID വെച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാൻ. ഇപ്പോൾ നിങ്ങളൊരു ഇമെയിൽ ID ഏതാണോ നിങ്ങളൊക്കെ ഓൾറെഡി ഉള്ള ഒരു ഇമെയിൽ ID ആണെങ്കിൽ ആ ഇമെയിൽ ID കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഇമെയിൽ ID വെച്ചിട്ട് കയറാം. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഒരു ഇമെയിൽ അഡ്രസ്സ് പുതുതായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ അകത്തൊരു അതായത് ഒരു നമുക്ക് പാസ്വേഡ് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു പോവുക. ഇതൊക്കെ നമ്മുടെ ഓരോ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ പറ്റിയതിൻ്റെ അകത്തുള്ള ഓരോ ഫീച്ചേഴ്സ് ലോക്കൽ C ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. Cൻ്റെ അകത്തായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇത് എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പാർട്ടീഷൻ ചെയ്തിട്ട്
പാർട്ടീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ പാർട്ടീഷൻ ചെയ്യാന്നുള്ളത്. ലോക്കൽ ഡിസ്ക് സി നമുക്ക് ഡിയും ഇ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞ? അപ്പൊ നിങ്ങൾ ഇതിന്റെ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ പുതുതായിട്ടൊരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, വിൻഡോസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിൽ കുറച്ച് ടോപ്പിക്കും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കട്ടാ. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? നമ്മൾ ഇന്ന് നോക്കിയത് ഫോർമാറ്റിംഗ് എന്താന്ന് പറഞ്ഞു. എന്താണ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാല്? ഒരു ഹാർഡ് ഡിസ്കിനെ കോൺഫിഗർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഇതിനകത്ത് 3 ടൈപ്സ് ഓഫ് ഫോർമാറ്റിംഗ് ഉണ്ട്: ലോ ലെവൽ പാർട്ടീഷനിങ് ആൻഡ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ലോ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹാർഡ് ഡിസ്കിനെ അതിന്റെ സെക്ടേഴ്സും ട്രാക്സ് ആക്കി ഡിവൈഡ് ചെയ്തതാണ് ലോ ലെവൽ ഫോർമാറ്റിംഗ്. പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അതിനെന്ത് ഹാർഡ് ഡിസ്കിന്റെ ഓരോ ഡ്രൈവ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതാണ് പാർട്ടീഷനിങ്. പിന്നെ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എന്തെങ്കിലും എറേഴ്സ് ഫയൽ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിനോ എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലെല്ലാ കണ്ടന്റും എറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ വീണ്ടും നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ എന്താണ് CMOS സെറ്റപ്പ് എന്ന് പറഞ്ഞു. CMOS എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ്. ബയോ സെറ്റിംഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മദർ പോലെ ഒരു സ്മോൾ മെമ്മറി ഏരിയ ആണ് CMOS സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ബയോ സെറ്റിംഗ്സിലേക്ക് കയറുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡിസ്പ്ലേ, കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക. ഓക്കെ, അതിന്റെ കൺട്രോൾ പാനലിൽ പോവുക, സിസ്റ്റത്തിൽ പോവുക, ഡിസ്പ്ലേ. നെക്സ്റ്റ് നമ്മുടെ ഓഡിയോ അല്ലെങ്കിൽ മൈക്രോഫോൺ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യാന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്തായിരുന്നു, എങ്ങനെയാണ് ഒരു ഉബുണ്ടു നമ്മുടെ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആദ്യം ഉബുണ്ടു എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ പെൻ ഡ്രൈവിനെ നമ്മൾ ബൂട്ടബിൾ ആക്കണം. അങ്ങനെ ബൂട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മൾ റൂഫസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആ USB-ന്റെ അകത്തുനിന്ന് നമ്മുടെ ബൂട്ട് ചെയ്യുക. എന്നിട്ട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ്റെ ആദ്യം എന്ത് ചെയ്യണം, മിനിമം സ്പെസിഫിക്കേഷൻ എത്ര എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, PC ഹെൽത്ത് ചെക്ക് എന്നുള്ള ഒരു ആപ്പ് വഴി ഇത് ചെക്ക് ചെയ്ത് നോക്കുക, മിനിമം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നത്.